വിരുന്നിൽ പങ്കെടുക്കാനെത്തിയ വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ വാഹന വ്യൂഹത്തിനു നേരെ വാഹനം ഓടിച്ചു കയറ്റിയ യൂട്യൂബർക്കെതിരെ പോലീസ് കേസെടുത്തു. വാഹന വ്യൂഹത്തിനു നേരെ മനഃപൂർവ്വം ജീവൻ അപകടത്തിൽ വരുത്തും വിധം കാർ ഓടിച്ചു കയറ്റി എന്നതാണ് കേസെടുത്തിരിക്കുന്നത്. വണ്ടൂരിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു പ്രിയങ്ക. ആ സമയത്താണ് ഇയാൾ ഇത്തരമൊരു പരാക്രമം നടത്തിയിരിക്കുന്നതും. പ്രിയങ്ക ഗാന്ധിയുടെ വാഹന വ്യൂഹത്തിൽ ഉണ്ടായിരുന്നവർ തുടർച്ചയായി ഹോൺ അടിച്ച് ശല്യം ചെയ്തതുകൊണ്ടാണ് വാഹനം മുൻപിൽ കയറ്റി തടഞ്ഞതെന്നതാണ് യൂട്യൂബർ നൽകുന്ന മറുപടി. മാത്രമല്ല, താൻ ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ്, തന്നെ ഇങ്ങനെ ക്രൂശിക്കരുതെന്നും ഈ യുവാവ് പറയുന്നുണ്ട്. തൃശൂർ എളനാട് മാവുങ്കൽ വീട്ടിൽ അനീഷ് എബ്രഹാമിനെതിരെയാണ് മണ്ണൂത്തി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മണ്ണൂത്തി ബൈപ്പാസ് ജംഗ്ഷന് സമീപത്ത് വെച്ചായിരുന്നു. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വസതിയിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാനായിരുന്നു പ്രിയങ്ക ഗാന്ധി കേരളത്തിലേക്ക് എത്തിയതും. ഇഫ്താറിൽ പങ്കെടുത്ത ശേഷം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു പ്രിയങ്കയുടെ വാഹന വ്യൂഹത്തിനു നേരെ യുവാവ് കാർ വട്ടം വെച്ച് തടസ്സം സൃഷ്ടിച്ചതും. വാഹനത്തിലുണ്ടായിരുന്ന പോലീസ് സംഘം പുറത്തിറങ്ങിയാണ് യുവാവിന്റെ കാർ കസ്റ്റഡിയിലെടുത്തതും. അതീവ സുരക്ഷയുള്ള വ്യക്തിയുടെ വാഹന വ്യൂഹത്തിന് നേരെ മനഃപൂർവ്വം ജീവന് അപകടം വരുത്തും വിധം കാർ ഓടിച്ചു കയറ്റിയെന്നതാണ് യൂട്യൂബർക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുള്ളതും. സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണ് എന്നും മണ്ണൂത്തി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കേസെടുത്ത ശേഷം യൂട്യൂബറെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ പ്രിയങ്ക ഗാന്ധി 29 കുടുംബങ്ങൾക്ക് വീട് കൈമാറി എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. രാഹുലിന്റെ സ്നേഹത്തിന്റെ അടയാളം എന്നതാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞതും. അതുപോലെ ഗൊട്ടി ആഘോഷിക്കുന്ന ഭവന പദ്ധതികളിൽ തഴയപ്പെട്ട ഒട്ടേറെ പേർക്ക് അനുഗ്രഹീതമായി രാഹുൽ ഗാന്ധി നടപ്പാക്കിയ പദ്ധതിയാണ് കൈത്താങ്ങെന്നും വയനാട് ജനതയോടുള്ള തന്റെ സഹോദരന്റെ സ്നേഹത്തിന്റെ അടയാളമാണിതെന്നാണ് പ്രിയങ്ക ഗാന്ധി വീട് കൈമാറിക്കൊണ്ട് വ്യക്തമാക്കിയതും. വയനാട് നിയോജക മണ്ഡലത്തിലെ 29 കുടുംബങ്ങൾക്ക് കൈത്താങ് പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽ കൈമാറി പ്രസംഗിക്കുകയായിരുന്നു പ്രിയങ്ക. 7 ഭിന്നശേഷിക്കാർക്കും മുച്ചക്ര സ്കൂട്ടറുകളും അതുപോലെ തന്നെ കാളികാവ് CHCക്ക് MP ഫണ്ടിൽ നൽകിയ വാഹനവും പ്രിയങ്ക കൈമാറി. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് ഉൾപ്പെടെ ഒട്ടേറെ വെല്ലുവിളികൾ കൈത്താങ് പദ്ധതിയിൽ ഉണ്ടായിരുന്നതായും രാഷ്ട്രീയം പോലും പരിഗണിക്കാതെയാണ് ഏറ്റവും അർഹരായവരെ കണ്ടെത്തിയതെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രളയത്തിൽ വീട് നഷ്ടമായവരടക്കം പ്രയാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയാണ് UDF യോഗത്തിൽ രാഹുൽ ഗാന്ധി ഇത്തരമൊരാശയം മുന്നോട്ട് വെച്ചതും. 84 വീടുകൾ ഇതുവരെ നൽകിയതായും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ UDF ഭാരവാഹികളും കോൺഗ്രസ് പ്രവർത്തകരും അകമഴിഞ്ഞ സഹകരണമാണ് നൽകിയത്. അവരുടെ നിശ്ചയദാർഢ്യമാണ് പദ്ധതിയുടെ വിജയത്തിന് കാരണമായതെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. വീട് ലഭിച്ച എല്ലാവരെയും കുടുംബാംഗങ്ങളെ പോലെയാണ് കാണുന്നതെന്നും കൂടെ ഉണ്ടാകുമെന്നും പ്രിയങ്ക ഗാന്ധി ഉറപ്പു നൽകുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.